ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേരിട്ട പരാജയം മറികടക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് MLA-മാരുടെ യോഗത്തിൽ അരവിന്ദ് കെജ്രിവാൾ. പഞ്ചാബിലെ സർക്കാരിന്റെ പ്രവർത്തനത്തിലൂടെ ജനവിശ്വാസം വീണ്ടെടുക്കണമെന്ന് കെജ്രിവാൾ പറഞ്ഞു. അതേസമയം പഞ്ചാബിലെ MLA-മാരുടെ യോഗം വിളിച്ച് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കം നടത്തുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കെജ്രിവാൾ ഭീതിയിലാണെന്ന് കോൺഗ്രസ് MP ഗുർജിത് സിംഗ് ഔജ്ല വിമർശിച്ചു. അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, ഈ നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തി ഏതാണ്ട് 30ഓളം MLA-മാർ തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്. ആ MLA-മാരെ ഇന്നത്തെ യോഗത്തിൽ അനുനയിപ്പിക്കാൻ കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യോഗത്തിന്റെ പശ്ചാത്തലം അതുതന്നെയായിരുന്നു. കോൺഗ്രസ് ഉയർത്തിയ ഒരു ആരോപണം 30 MLA-മാർ കോൺഗ്രസുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്നുള്ള അവകാശവാദം. അതിന് പിന്നാലെയാണെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ MLA-മാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഡൽഹിയിലെ കപൂർത്തല ഹൗസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ഈ MLA-മാരുടെ ഭാഗത്തു നിന്ന് ചില അതൃപ്തികൾ അറിയിച്ചതായുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. അതായത് പല പ്രവർത്തനങ്ങളും പഞ്ചാബിലെ സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളും നിലച്ചുപോയ ചില അവസ്ഥയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില അതൃപ്തി MLA-മാർ അറിയിച്ചതായാണ് വിവരം. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ MLA-മാരോട് ആവശ്യപ്പെട്ടത് പാർട്ടിക്കുള്ളിൽ ഐക്യം നിലനിർത്താൻ ശ്രമിക്കണം, 2027 തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ ചെലുത്തണം, പാർട്ടിക്കുള്ളിലെ ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികൾ അത് തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്കായിരിക്കും പാർട്ടിയെ നയിക്കുക എന്ന ഒരു മുന്നറിയിപ്പാണ് അരവിന്ദ് കെജ്രിവാൾ നൽകിയത്. പഞ്ചാബിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ വേണം ഇനി ഡൽഹിയിൽ നേരിട്ട തിരിച്ചടി മറികടക്കാൻ എന്നുകൂടി കെജ്രിവാൾ MLA-മാരോട് പറയുകയുണ്ടായി. എന്തായാലും ഡൽഹിയിലെ പരാജയം അത് മറികടക്കാൻ ഇനി പഞ്ചാബാണ് ആം ആദ്മി പാർട്ടിക്ക് മുൻപിലുള്ളത്. ആ പഞ്ചാബിൽ സർക്കാർ ഭരണം അല്ലെങ്കിൽ സർക്കാരിന്റെ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാവിയെ തന്നെ അവതാളത്തിലാക്കുന്ന ഒന്നായി അത് മാറും. അതുകൊണ്ട് പഞ്ചാബ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ എന്തായാലും ഇക്കാര്യത്തിൽ 20-30 MLA-മാർ കോൺഗ്രസിനെ സമീപിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിനിടയ്ക്കാണ് MLA-മാരെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ കണ്ടത്. അതിനുശേഷം ഈ വിമത സ്വരമുയർത്തിയ MLA-മാർ അനുനയത്തിന് തയ്യാറായിട്ടുണ്ടോ എന്നത് ഒരുപക്ഷെ അടുത്ത മണിക്കൂറിലെ വ്യക്തമാവും. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.